ആ അടുത്ത ആള് വോളിബോൾ കണക്കാൻ ചെന്നേക്കുവാ. എന്നിട്ട് വോളിബോൾ എടുത്തിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ എങ്ങോട്ടോ പോകുന്നു ബോള്. ഇതൊന്നും കളിച്ചിട്ടില്ലേ ഈ പരിപാടിക്ക് പോകാതിരിക്കുന്നത് നല്ലത്. പിന്നെ എന്തോ ചെയ്യാൻ ഇങ്ങനെയുള്ള വിടകളെയൊക്കെ എവിടെ നിന്ന് കിട്ടുന്നതേ? ഇതെവിടെ നിന്ന് പെറുക്കിക്കൊണ്ട് വരുന്നു ഇതിനേക്ക്? അറിയത്തില്ല മാറി എങ്ങോട്ട് നിൽക്കണം. ഇത് എല്ലാ സ്ഥലത്തും ഉണ്ടാവും ഇതുപോലത്തെ ഒരുത്തനല്ലേ. നമ്മൾ ഈ എന്ത് ഗെയിം കളിച്ചാലും കാണത്തില്ലേ, അറിയത്തും ഇല്ല എന്നാൽ വലിഞ്ഞു കയറി വരികയും ചെയ്യും, ടീമിൽ കയറി നിൽക്കും, എല്ലാം ചെയ്യുകയും വേണം. കളിക്കാനോട്ട് അറിയത്തുമില്ല. മെനക്കെടുത്തുന്ന ഒരുത്തന് ഏത് ടീമിലും കാണും. ടീമിലല്ല ഏതൊരു ഏരിയയിലും ഉണ്ടാവും അല്ലേ? ശരിയല്ലേ? അതുപോലെ ഒരുത്തനവൻ വന്നേക്കുവാ. അതോ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന കൈയൊക്കെ. ഒരു സെർവ് ചെയ്യാൻ പോലും അറിയത്തില്ല. സെർവ് ചെയ്യാനായിട്ട് 2-3 രീതി ചെയ്യാം. ഇങ്ങനെ ചെയ്യാം, പൊക്കിയിട്ടിട്ട് തട്ടാം. ഞാൻ കുറച്ചേ കളിക്കും. പിന്നെ ഇങ്ങനെയൊന്നും പിടിച്ചോണ്ടല്ല ഇത് തട്ടാൻ പോകുന്നത്. അതിനിങ്ങനെ ഒരു പിടുത്തമുണ്ട് ഇങ്ങനെ. അതൊക്കെ ഞാൻ വോളിബോൾ കളിക്കാൻ പോയപ്പോഴാണ് മനസ്സിലായത്. അല്ലേ നമ്മുടെ കൈ ഇട്ട് ഇടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ എങ്ങാനും ബോൾ കൊണ്ടോ വേന എടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പിടിച്ചാൽ ഏതൊരു പാഴ് കണ്ട ഇങ്ങനെയൊക്കെ പിടിച്ചോണ്ട് ഇട്ട് ഇടിക്കുന്നു ബോളിൽ. അങ്ങനെയല്ല അത്. ഇതിങ്ങനെ പിന്നെ ഇതൊക്കെ ഉണ്ട്. കുറച്ച് കളിച്ചിട്ടുണ്ട്. കളിക്കാനൊക്കെ അറിയാം. അല്ലാത്ത പരിപാടിക്ക് ഇപ്പം അറിയാത്തൊരു കാര്യത്തിന് പോയി തല വെക്കേണ്ട കാര്യമുണ്ടോ? എല്ലാം എങ്ങനെയാണോ? ഇതെല്ലാം ഒരു കൊലയിലുള്ളതാണോ? ഞാൻ ചോദിക്കുക. വല്ലാത്ത ജാതി. ചെന്ന് കയറി എന്തോ കാണിക്കുന്ന അവിടെ ചെന്ന് അങ്ങോട്ട് മെഴുകുക. അടുത്ത ആൾ വന്നിട്ടുണ്ട് വേറെ. ഇതിക്കും മേലെ. അത് പിന്നെ സ്ഥിരവാ.